ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B തകരാർ പരിഹരിക്കാൻ പ്രത്യേക സംഘമെത്തും. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ ശനിയാഴ്ച തിരുവനന്തപുരത്തെത്തും. വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള ഉപകരണങ്ങളുമായാണ് വിദഗ്ധർ എത്തുക. ആർ റോഷിബാൽ നമുക്കൊപ്പം. റോഷിബാൽ, ഗുഡ് ഈവനിംഗ്. മഴയും വെയിലുമേറ്റ് ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനം കിടക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ തകരാർ പരിഹരിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചിട്ട് ബ്രിട്ടനോട്ട് പറയുന്നുമില്ല. നമ്മളെയൊട്ട് ആ തകരാർ പരിഹരിക്കാൻ അനുവദിക്കുന്നുമില്ല. സാങ്കേതിക വിദ്യ നമ്മൾ പഠിച്ചാലോ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്നൊക്കെ കരുതിയുമാകാം. ഇപ്പോഴത്തെ തീരുമാനം എന്താണ് റോഷിബാൽ? സുജയപാർവതി, ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B അത് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴും അതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വിമാനം ഇപ്പോഴും ഡൊമസ്റ്റിക് ബേയിൽ കിടക്കുകയാണ്. ഇനി 5-ാം തീയതി ബ്രിട്ടനിൽ നിന്നും സാങ്കേതിക വിദഗ്ധരടക്കം അവർ ഉപകരണങ്ങളുമായി വിമാനത്താവളത്തിലേക്ക് എത്തും. ആ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും 2 സൈനികർ, ബ്രിട്ടനിലെ 2 സൈനികർ ഇപ്പോഴും ആ വിമാനത്തിന്റെ അടുത്ത് തുടരുന്നുണ്ട്. കാരണം ഏറ്റവും രഹസ്യങ്ങളുള്ള വിമാനമാണ്, ഏറ്റവും വിലപിടിപ്പുള്ള വലിയ സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനമാണ്. ആ പോർവിമാനത്തിലെ വിവരങ്ങൾ ചോർന്നു പോകുന്നത് തടയാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് അവർ. അങ്ങനെ അത് ചോർത്താനുള്ള ശ്രമമൊന്നും ഒരു തരത്തിൽ നടക്കുന്നില്ല. എന്നാൽ പോലും അവരുടെ സുരക്ഷയുടെ ഭാഗമായി തന്നെയാണ് ആ പരിസരത്ത് അവർ തുടരുന്നത്. ഏതായാലും CISF വിമാനത്തിന് അതിശക്തമായ രീതിയിലുള്ള സുരക്ഷ ഒരു ഭാഗത്ത് നൽകുന്നുമുണ്ട്. വിമാനം ഈ 5-ന് വരുന്ന ഈ സാങ്കേതിക വിദഗ്ധർ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അത് അവർക്ക് പറത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ്. അതല്ലെങ്കിൽ ആ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റും. പിന്നീട് ഒരുപക്ഷെ എയർ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ കാര്യം ആ സാങ്കേതിക വിദഗ്ധർ എത്തി പരിശോധിച്ച് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിലാണ് മറ്റു മാർഗത്തിലൂടെ വിമാനം പുറത്തേക്ക് കൊണ്ടുപോവുക. ഏതായാലും വിമാനം അതുപോലെ തന്നെ അവിടെ തുടരുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും ഹൈഡ്രോളിക് സംവിധാനം തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിന് നൽകുകയും അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്ത്. നമ്മൾ ആ വിമാനം ലാൻഡ് ചെയ്ത ഘട്ടത്തിൽ കണ്ടതാണ്. നേരത്തെ ഈ ട്രോൾ പോലെ തന്നെ OLXിലേക്ക് വിമാനത്തിന്റെ ചിത്രം നൽകിക്കൊണ്ട് ട്രോളാക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. പക്ഷേ വളരെ ഗൗരവമുള്ള ചില സാങ്കേതിക തകരാർ വിമാനത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഷിബാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ തകരാർ പരിഹരിക്കുന്നതിനായിട്ടുള്ള ടീം എത്തുന്നുണ്ട് ശനിയാഴ്ച. തകരാർ പരിഹരിക്കുമോ അതോ ഇന്ത്യ ഈ തകരാർ ഒന്ന് പരിഹരിച്ച് തരണമെന്ന് ആവശ്യപ്പെടുമോ? അതറിയാൻ നമുക്കും കാത്തിരിക്കാം.